നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്കുള്ള 266 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ജനറലിസ്റ്റും സ്പെഷ്യലിസ്റ്റ് ഗ്രേഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ബിടെക് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 266 ഒഴിവുകളാണ്. 12 ജൂൺ 2025 മുതൽ ജൂലൈ 3, 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഫസ്റ്റ് ഫേസ് വരുന്നത് 20 ജൂലൈ 2025 ഫേസ് 2 എക്സാമിനേഷൻ വരുന്നത് ആഗസ്റ്റ് 31, 2025 ഇതിൽ പല സ്കെയിൽ 266 ഒഴിവുകളിൽ പല സ്കെയിലായിട്ടാണ്, പല ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ജനറലിസ്റ്റിൻ്റെ 170 വേക്കൻസീസ് ആണുള്ളത്. MBBS ഡോക്ടേഴ്സിന് 10, ലീഗൽ 20, ഫിനാൻസ് 20, IT 20, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 20. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ജനറലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഏകദേശം 170 വേക്കൻസിയുള്ള ജനറലിസ്റ്റ് ഓഫീസറിന് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡിഗ്രി മാത്രമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്കാണ്. നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രിയിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിലോ 60% മാർക്ക് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രിയിൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്ക് മതി. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ BE BTech MTech ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BA BTech ME MTech ഇൻ എനി അതർ ബ്രാഞ്ച് ടുഗദർ വിത്ത് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. IT ആണെങ്കിൽ BE BTech ME MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് IT അല്ലെങ്കിൽ MCA ഉള്ളവർക്ക് അപേക്ഷിക്കാം. 60% മാർക്കോടെ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. SC/ST 55 മാർക്കാണ്. ഫിനാൻസ് ആണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ. അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ MCom 60% മാർക്കോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST ആണെങ്കിൽ 55% മാർക്ക് മതി. ലീഗൽ ആണെങ്കിൽ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ലോ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. MBBS ഡോക്ടേഴ്സിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെയ് 1, 2025 വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ SC/STക്ക് 5 വർഷത്തെ വയസ്സിലും OBC നോൺ ക്രിമിലെയറിന് 3 വർഷത്തെ വയസ്സിലും ലഭിക്കുന്നതായിരിക്കും. എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും. മെയിൻ എക്സാമിനേഷനും ഇംഗ്ലീഷ്, റീസണിങ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആ ഒരു ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഉണ്ടാകുന്നതായിരിക്കും. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് SC/ST കാൻഡിഡേറ്റ്സിനും ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും 250 രൂപയാണ് വരുന്നത്. 12 ജൂൺ മുതൽ ജൂലൈ 3 വരെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും SC/ST PWD അല്ലാത്ത ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് എറണാകുളം, ട്രിവാൻഡ്രം, കോഴിക്കോട് ഈ 3 സ്ഥലങ്ങളിലാണ് കേരളത്തിൽ പ്രിലിമിനറിക്ക് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. ഫേസ് 2ൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ എറണാകുളത്തായിരിക്കും ഉണ്ടാവുക. ഇത് അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ ഇവരുടെ സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക.